ഏറെക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. പോലീസിലെ വിവാദ നായകനായ എം.ആർ. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ പറ്റിയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിലൊന്ന്. ADGPയിൽ നിന്ന് DGP ആകാനുള്ള പട്ടികയിൽ അജിത് കുമാർ ഇടം നേടിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് 2025 ജൂലൈ 1 സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അജിത് കുമാറിനെ സ്ഥാനക്കയറ്റം നൽകുക. തൃശൂർ പൂരം കലക്കൽ, RSS കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് എം.ആർ. അജിത് കുമാറിനെ DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ഇത്രയൊക്കെ ആരോപണം ഉയർന്നിട്ടും അദ്ദേഹത്തെ എന്തുകൊണ്ട് സ്ഥാനക്കയറ്റം ചെയ്യാൻ തിടുക്കപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി P. രാജീവ് പറഞ്ഞത് എം.ആർ. അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ തിടുക്കമൊന്നും ഉണ്ടായില്ലെന്നും മാനദണ്ഡപ്രകാരമാണ് സ്ഥാനക്കയറ്റം നൽകിയതെന്നുമാണ്. ADGP എം.ആർ. അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. ഇപ്പോഴത്തെ പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് 2025 ജൂലൈ 1 സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അജിത് കുമാറിനെ സ്ഥാനക്കയറ്റം നൽകുക. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് അജിത് കുമാറിനെ DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും DGPയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട്. എന്നാൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റ ശുപാർശ നൽകിയത്. കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിയായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂവെന്നും ചീഫ് സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂവെന്നും വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരിച്ചു. അനധികൃത സ്വത്ത് ആരോപണത്തിൽ വിജിലൻസ് അടുത്തു തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. എന്നാൽ അജിത് കുമാറിനെ DGP ആക്കിയതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എതിരഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവിക തീരുമാനമെന്ന് മന്ത്രി GR അനിൽ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം CPI മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി അനിൽ പറഞ്ഞു. എന്നാൽ അജിത് കുമാറിനെ ADGP സ്ഥാനത്തുനിന്ന് കയറ്റം നൽകി സർക്കാർ DGP ആക്കുമ്പോഴും ബിനോയ് വിശ്വത്തിന്റെ രാഷ്ട്രീയ പ്രതിഷേധം അവസാനിക്കുന്നില്ല. സർക്കാർ നടപടി സാങ്കേതികമായി ശരിയാണെങ്കിലും രാഷ്ട്രീയമായി ശരിയല്ലെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. RSSന്റെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന ആൾ, പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട ആൾ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആൾ, ഇങ്ങനെയുള്ള അജിത് കുമാർ വിഷയം ഉദ്യോഗസ്ഥ സമിതി പരിശോധിച്ച് തീരുമാനം കൈക്കൊണ്ടു. ഇത് സാങ്കേതികമായി 100% ശരിയാണ്. പക്ഷേ സമൂഹത്തിന്റെ കണ്ണിൽ ചില രാഷ്ട്രീയ ശരികളെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടാകും. എല്ലാ സാങ്കേതിക ശരികളും രാഷ്ട്രീയ ശരികളല്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. RSSന്റെ മേധാവികളുമായി കൂടിക്കണ്ട ഒരാൾ, വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ വിജിലൻസ് എൻക്വയറിക്ക് വിധേയനായ ഒരാൾ, ആളെപ്പറ്റി ബന്ധപ്പെട്ട കമ്മിറ്റിക്ക്, ഉദ്യോഗസ്ഥ കമ്മിറ്റിക്ക് പരിശോധനയിൽ സാങ്കേതികത്വം നോക്കാൻ പറ്റും. അവർ സാങ്കേതികമായിട്ട് തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം ടെക്നിക്കലി 100% ശരിയാണ്. പക്ഷേ ശരിയായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിന്റെ കണ്ണിൽ ചില രാഷ്ട്രീയ ശരികളെപ്പറ്റി ചോദ്യങ്ങളുണ്ടാകും. അതേസമയം അജിത് കുമാറിനെ DGP ആക്കിയത് സ്വാഭാവിക തീരുമാനമെന്നാണ് CPIയുടെ മന്ത്രിയായ GR അനിൽ പറഞ്ഞത്. മന്ത്രിസഭ കൂട്ടായി എടുത്ത തീരുമാനത്തിൽ
ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലെന്നും അസ്വാഭാവികമായി ഒന്നും കാണുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുനാനിമസായി എടുത്തൊരു തീരുമാനമാണ്. ക്യാബിനറ്റിന്റെ മുന്നിൽ വരുന്ന ഇത്തരം വിഷയങ്ങളിൽ അതിനൊരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റ് അനുസരിച്ച് ഒരാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്നലെ വന്ന എല്ലാ IPS ഉദ്യോഗസ്ഥരുടെയും പ്രമോഷന്റെ വിഷയത്തിൽ ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അതിന് വേറൊരു അസ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ മന്ത്രി നിലയ്ക്ക് ഞാൻ കാണുന്നില്ല. ഇല്ല, മന്ത്രിമാരുടെ എതിർപ്പൊന്നും അതിനകത്തുണ്ടായിട്ടില്ല. CPI മന്ത്രിമാരെന്നല്ലല്ലോ, ക്യാബിനറ്റിന്റെ യുനാനിമസായ തീരുമാനമാണ്. ADGP MR അജിത് കുമാറിനെ DGP-ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുതര ആരോപണങ്ങളും അന്വേഷണവും നേരിടുന്ന അജിത് കുമാറിനെ സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാര സ്മരണയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമായി. അനധികൃത സ്വത്ത് സമ്പാദനത്തിനുള്ള വിജിലൻസ് അന്വേഷണത്തിനു പുറമെ തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത്. ക്രമസമാധാന ചുമതലയിൽ തുടരവേ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം പ്രഖ്യാപിച്ചത് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ കൗശലമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായി. സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുയർന്നപ്പോഴും പിണറായി വിജയനാണ് അജിത് കുമാറിനെ രക്ഷാകവചം ഒരുക്കിയത്. പിണറായി വിജയന്റെ ദൂതനായാണ് RSS നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. അജിത് കുമാർ ADGP പദവിയിലിരുന്ന് ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം പിണറായിക്ക് വേണ്ടിയായിരുന്നു എന്നത് അടിവരയിടുന്നത് കൂടിയാണ് DGP സ്ഥാനമെന്ന് VD സതീശൻ ആരോപിച്ചു. BR അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫാഷനായി മാറിയെന്ന് അമിത്ഷായുടെ രാജ്യസഭാ പരാമർശമാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിലൊന്ന്. ഇന്ത്യൻ പാർലമെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് അസാധാരണവും രാജ്യത്തെ ലജ്ജിപ്പിക്കുന്നതുമായ ഭരണ പ്രതിപക്ഷ പോരാട്ടത്തിലാണ്. ജനാധിപത്യത്തിന്റെ കവാടത്തിൽ ഇരു കൂട്ടരും പരസ്പരം കയ്യൂക്കുകാട്ടി. പുറത്തുനിന്നെത്തിയ ശത്രുക്കളല്ല, ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചവർ തമ്മിലായിരുന്നു കയ്യാങ്കളി. ഈ കോലാഹലത്തിന് കാരണം ഒന്നു മാത്രം: ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ അപമാനിച്ചത് ആരെന്ന തർക്കം. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ പാർലമെന്റിൽ നേരിടേണ്ടത് കയ്യൂക്കിലൂടെയാണോ? ഇതാണോ ഇവരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ പ്രതിഷേധം മുഴക്കിയതോടെ സഭ പിരിഞ്ഞു. വന്ദേ മാതരം കഴിഞ്ഞതും പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ വീണ്ടും പാർലമെന്റ് സമുച്ചയത്തിലും പ്രതിഷേധമുയർത്തി. പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് സ്പീക്കർ വിലക്കേർപ്പെടുത്തിയിട്ടും ഇത് അവഗണിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്രവേശന കവാടങ്ങളിൽ തടസ്സമുണ്ടാക്കുകയോ പ്രതിഷേധ പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് സ്പീക്കർ MPമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അയാം അംബേദ്കർ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിജയ് ചൌക്കിൽ നിന്ന് പ്രതിഷേധ മാർച്ചുമായാണ് പ്രതിപക്ഷ MPമാർ പാർലമെന്റിലേക്ക് എത്തിയത്. അമിത്ഷാ രാജിവെക്കണമെന്നും അംബേദ്കർ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നുമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റ് 2 BJP MPമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധി തള്ളിയതാണെന്നാണ് BJPയുടെ ആരോപണം. ആക്രമണം, കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. മല്ലികാർജുൻ ഖാർഗെയെ BJP MPമാർ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. BR അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫാഷനായി മാറിയെന്ന് അമിത്ഷായുടെ രാജ്യസഭാ പരാമർശമാണ് പ്രതിഷേധത്തിന് വഴി തുറന്നത്. കോൺഗ്രസും തൃണമൂലും അമിത്ഷായ്ക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു. അംബേദ്കർ വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് BJP അക്രമം നടത്തുന്നതെന്നും കോൺഗ്രസും ആരോപിച്ചു. SSLC അർദ്ധവാർഷിക പരീക്ഷകളുടെ ഒന്നല്ല ഒന്നിലധികം ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആക്ഷേപമാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. അധ്യാപകർ തന്നെ അത് ഉന്നയിക്കുന്നു. സ്വകാര്യ ഓൺലൈൻ സെന്ററുകൾ വഴി പരീക്ഷ തലേന്ന് ക്രമനമ്പർ പോലും തെറ്റാതെ ചോദ്യം ലൈവായി വിദ്യാർത്ഥികളിലേക്ക് എത്തിയെങ്കിൽ എവിടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം? ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരാണ് ഉത്തരം പറയേണ്ടത്? ആരോപണ വിധേയമായ
MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനമുണ്ട് മുൻപിൽ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസ് ചോർത്തിയെന്നാണ് കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സ്ഥാപനത്തിനെതിരെ കേസെടുത്തു. തട്ടിപ്പ്, വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് FIR. MS സൊല്യൂഷൻസിനെതിരായ തെളിവുകൾ അധ്യാപകർ കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. മുൻ പരീക്ഷകളിലെ ചോദ്യക്കടലാസുകളും ചോർന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വിവിധ വിഷയങ്ങളുടെ അധ്യാപകർ തന്നെയാണ് നൽകിയത്. മുൻ പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ പ്രവചിക്കുകയായിരുന്നുവെന്ന MS സൊല്യൂഷൻസിന്റെ വാദത്തിനിടെയാണ് മുൻ പരീക്ഷകളിൽ ഒരിക്കലും വരാത്ത ചോദ്യങ്ങൾ പോലും ഷുഹൈബ് പ്രവചിച്ചവയിൽ പെടുന്നുവെന്ന് അധ്യാപകർ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നറിയാൻ വിശദമായ അന്വേഷണവും നടത്തും. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും നേരത്തെ പരാതി നൽകിയ അധ്യാപകരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ചൊവ്വാഴ്ച രാത്രി MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് ബുധനാഴ്ച നടക്കാൻ പോകുന്ന SLC കെമിസ്ട്രി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങളും ചോദ്യങ്ങളും യൂട്യൂബിലൂടെ പങ്കുവച്ചിരുന്നു. 40 മാർക്കിൽ 32 മാർക്കിന്റെ ചോദ്യവും ഷുഹൈബ് പറഞ്ഞതായിരുന്നു പരീക്ഷയ്ക്ക് വന്നത്. ഇതോടെ കെമിസ്ട്രിയുടെ ചോദ്യക്കടലാസും ചോർന്നുവെന്ന് KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ആരോപിച്ചു. ഇന്നലെ രാത്രി MS സൊല്യൂഷൻസ് നടത്തിയ ലൈവിൽ പരാമർശിച്ച മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ പറയുന്നതിന് പകരം ചോദ്യം വരാൻ സാധ്യതയുള്ള ഓരോ പാഠഭാഗങ്ങളെയും കുറിച്ചാണ് യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതെന്നും ഈ പാഠഭാഗം പഠിച്ചാൽ മതി എന്ന തരത്തിലായിരുന്നു ലൈവ് വീഡിയോ. ഇത് പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും MS സൊല്യൂഷൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കാൻ 1500 രൂപ വീതം കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ചാരിറ്റിയുടെ മറവിലാണ് ഈ പണപ്പിരിവ് എന്നും ഭരണകൂടത്തിലെ ഉന്നതർ ഉൾപ്പെട്ട റാക്കറ്റാണ് ഇതിന് പിന്നിലെന്നും KSU പ്രവർത്തകൻ ആരോപിച്ചു. 7 ദശലക്ഷത്തോളം വരുന്ന കേരളീയ കുടുംബങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയിലാണ്. അത് അഗ്രികൾച്ചർ മേഖലയിലോ ഇൻഡസ്ട്രിയൽ മേഖലയിലോ ഒന്നുമല്ല. ആ പ്രതീക്ഷയാണ്, വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ പ്രതീക്ഷയാണ് അവരെ എക്കാലവും മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്തിവെച്ചിരിക്കുന്നത്. ഇന്ന് വലിയ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലും ചോദ്യപേപ്പറുകൾ ചോർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലും ഈ ചോദ്യപേപ്പറിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും ഇന്നലെ MS സൊല്യൂഷൻ യൂട്യൂബിലൂടെ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്ത് പുറത്തുവിടുകയും ആ പുറത്തുവിട്ട അതേ ചോദ്യങ്ങളും അതേ ഭാഗങ്ങളുമാണ് ഇന്ന് ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന വലിയ കച്ചവടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ FIR ഇടൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് FIR ഇടാതെ എന്തുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം മാത്രം നടത്തിക്കൊണ്ടേയിരിക്കുന്നതെന്ന് കേരളീയ പൊതുസമൂഹത്തോടും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തോടും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കെമിസ്ട്രിയുടെ ചോദ്യപേപ്പർ 40 മാർക്കിന്റെ ചോദ്യത്തിൽ 32 മാർക്കും ഇന്നലെ MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. 7 ലക്ഷത്തോളം വ്യൂവേഴ്സാണുള്ളത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, 1500 രൂപ തന്നാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാവാം. ഇങ്ങനെ ഏകദേശം 1 ലക്ഷം കുട്ടികൾ അംഗങ്ങളായാൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് 1.5 കോടിയോളം രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇത് വലിയ സാമ്പത്തിക തട്ടിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി ഇതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ഇവർക്ക് പുല്ലുവിലയാണ് എന്നതിന്റെ തെളിവാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇത്തരം ട്യൂഷൻ സെന്ററുകൾക്ക് പുല്ലുവിലയാണ്. ഇവർ ഇന്നലെ ചെയ്തൊരു കാര്യമുണ്ട്, സാധാരണ ഡയറക്റ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ കൊടുക്കാറ്, പക്ഷെ ഇൻഡയറക്റ്റായി ചില ഭാഗങ്ങൾ ഇവർ കൊടുത്തു. ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ എന്ന് പറഞ്ഞു. വീണ്ടും ആ ചോദ്യങ്ങൾ ഇന്ന് ആവർത്തിക്കപ്പെടുകയാണ്. സ്റ്റൈല് മാറ്റി. ഒന്ന് ഇവർ ഇതിൽ ചെയ്യുന്നത്, ഞങ്ങൾ ചോദ്യപേപ്പർ ചോർത്തിയില്ല എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കാൻ സ്റ്റൈല് മാറ്റി. പക്ഷേ വിദ്യാർത്ഥികളെ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന ഭാഗം ഇന്ന രീതിയിൽ വരുമെന്ന് പറഞ്ഞു. ഇത് വലിയ തട്ടിപ്പാണ്. ഇത് പുറത്തു കൊണ്ടുവരാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല. അത് വ്യക്തമാക്കുന്നത് ഭരണകൂടത്തിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയാണ്. ഇത് വലിയ റാക്കറ്റാണ് എന്നുള്ള കാര്യം KSU വീണ്ടും ആവർത്തിക്കുന്നു. ഇത് MS സൊല്യൂഷന്റെ ഒരു ചെറുപ്പക്കാരനായ
മുതലാളിക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ പാടെ തകർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വൻ റാക്കറ്റാണ്. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണവും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമായിട്ടാണ് KSU ഇതിനെ കാണുന്നത്. ഈ പാപക്കറയിൽ നിന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ പിന്മാറാൻ കഴിയില്ല. ഇതിൽ നല്ലത് ആഭ്യന്തരമന്ത്രി മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ്. വീണ്ടും വീണ്ടും ചോദ്യപേപ്പറുകൾ ചോരുന്നു എന്ന് കാണുന്നതിലൂടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇത്തരം യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ്. അവസാനിപ്പിച്ചോ? ഇല്ല. ഇത് വലിയ വെല്ലുവിളിയാണ് കേരളീയ പൊതുസമൂഹത്തോട്. MS സൊല്യൂഷൻ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ പരിശോധിക്കപ്പെടണം. ഇതിൽ സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, ബിനാമികൾ ആരാണ്? അത് പരിശോധിച്ചാൽ ഇതിലെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങൾ വ്യക്തമാക്കും. നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത്തരം സ്ഥാപനങ്ങൾ വലിയൊരു റാക്കറ്റാണ്. ഇതൊരു MS സൊല്യൂഷൻ മാത്രമല്ല, MS സൊല്യൂഷന് വീണ്ടും വീണ്ടും ഇതിന് ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനു പിന്നിൽ വലിയ റാക്കറ്റുണ്ട്. അതേസമയം ചോദ്യക്കടലാസ് ചോർത്തിയിട്ടില്ലെന്നും വൻകിട ട്യൂഷൻ സെന്ററുകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഷുഹൈബ് ആവശ്യപ്പെട്ടു. ചോദ്യങ്ങൾ പ്രവചിക്കുകയാണ് ചെയ്യുന്നതെന്നും ഷുഹൈബ് പറഞ്ഞു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനായാസമായി ഉറപ്പായും വരുന്ന കുറേയധികം ചോദ്യങ്ങൾ നൽകാൻ സാധിക്കും. എല്ലാ വർഷവും സ്ഥിരമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചില പാഠഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായി ചോദ്യം വരാറുണ്ടെന്നും ഷുഹൈബ് പറഞ്ഞു. മുൻപ് തന്നെ പല സ്ഥാപനങ്ങളും ചോദ്യങ്ങൾ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. പ്രവചിച്ച ചോദ്യങ്ങൾ ചോദ്യക്കടലാസിൽ വന്നുവെന്നറിയിച്ചുവരെ വീഡിയോ പുറത്തുവിട്ടു. എന്നാൽ താൻ ചോർത്തിയെന്ന് പറയുന്ന സാഹചര്യത്തിൽ അവർ പുറത്തുവിട്ട ചോദ്യങ്ങളും പരിശോധിക്കണമെന്നും ഷുഹൈബ് ആവശ്യപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ മീഡിയകളിലെല്ലാം തന്നെ തുറന്നു നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ കാണുമ്പോൾ കൗതുകപരമായിട്ട് ചിന്തിക്കുന്നത്, ഞാൻ പോലും അറിയാതെ ഞാൻ വലിയൊരു അധോലോകമായി മാറി എന്നുള്ള ഒരു ഡയലോഗാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മീഡിയകളെ തുറന്നു നോക്കുന്ന സമയത്ത് ചോദ്യ പേപ്പർ ചോർച്ച, MS സൊല്യൂഷൻ ചോർച്ച, MS സൊല്യൂഷൻ എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ അതേ സമയത്ത് തന്നെ ഞാൻ മറ്റൊരു വാർത്ത കണ്ടു, റോഡ് അപകടം. റോഡ് അപകടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? റോഡ് എന്ന് പറഞ്ഞാൽ കുഴി അല്ലേ? റോഡിന്റെ പൂർണ്ണമായും പണി കഴിയാത്ത റോഡുകൾ അല്ലെ, റോഡ് തകർച്ചകൾ, കുഴി. ആ ചിന്ത വരാനുള്ള കാരണം എന്താ? അത് സർക്കാരിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ സർക്കാരിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതിയാണത്. എന്തുകൊണ്ട് വാഹനം ഓടിച്ച ആൾക്കാരെ നമ്മൾ ചിന്തിക്കുന്നില്ല? അല്ലെ, വാഹനം എങ്ങനെയാണ് പോയത്, സ്പീഡിലാണോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോയതാണോ എന്നല്ല ആദ്യം വരിക. ഒരു ആവറേജ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം ആ റോഡിനെ കുറിച്ചാണ്. മീൻസ് ഒരു CCTV ദൃശ്യങ്ങൾ പോലും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും റോഡ് അപകടം എന്ന് കേൾക്കുമ്പോൾ റോഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് ചോർച്ച, ചോദ്യപേപ്പർ ചോർച്ച. അപ്പൊ ആൾക്കാർ എങ്ങോട്ടേക്ക് തിരിയും? സർക്കാരിനെതിരെ തിരിയും, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ, അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ. കാര്യം സർക്കാരിനെതിരെയുള്ള ഒരു സംഗതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളി കത്തിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇനി എന്തിരുന്നാലും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു പേര് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറുപടികൾ കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ കമ്പനിയുടെ ഒരു CEO മാത്രമാണ്. ഓക്കെ, എന്റെ മുകളിലായിട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ഡയറക്ടേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ആ ഡയറക്ടേഴ്സ് പറയുന്നത് പോലെ അല്ലാത്ത ഒരു ചുവട് എനിക്ക് വെക്കാൻ കഴിയില്ല. അവർ പറയുന്നത് മീഡിയകൾക്കോ മറ്റുള്ളവർക്കോ ഇപ്പോൾ മറുപടികളൊന്നും തന്നെ കൊടുക്കേണ്ട, നിയമപരമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് മാത്രം മറുപടി നൽകുക. അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തു. ഫർദർ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം നിയമപരമായി ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതിനൊരു തീരുമാനമാകുന്നത് വരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ഞാൻ വീഡിയോകളോ ലൈവുകളോ ഒന്നും ചെയ്യുന്നില്ല. എനിക്കറിയാം, പലരും ഇന്ന് ഹിന്ദി SSLC ഒക്കെ ആണെങ്കിൽ ഹിന്ദി ബയോളജി എക്സാം ഉണ്ട്, +1 ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ബയോളജിയുടെ ഒക്കെ ക്ലാസ്സുകൾ നിരന്തരം വരേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ, ഭാഗ്യമില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളല്ല, ചർച്ചകളാണ് രൂക്ഷമാകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ റെഡിയാണ്. കാര്യം ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ വിശ്വസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും അറിയാം.
എന്നിരുന്നാലും എനിക്കറിയാം നിങ്ങൾക്ക് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. MS സൊല്യൂഷന്റെ ചാനലിൽ ഇന്ന് വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരുണ്ടാവും, കണ്ടന്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ടാവും, പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിന് വേണ്ടി കാത്തിരുന്നവരുണ്ടാകും. എന്നിരുന്നാലും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാര്യം ഓൺലൈൻ ചാനലുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് രാവിലെ അത് കംപ്ലീറ്റ് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേരിലേക്ക് മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കളികളെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മനസ്സിലാകും. ഇന്നലെ മറ്റു പല പ്ലാറ്റ്ഫോമിന്റെയും പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നത് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേര് മാത്രമായി മാറി. കാരണം ഒരു സാധാരണക്കാരനായ കൊടുവള്ളിക്കാരൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പുറമെ നിന്ന് കാണുന്നവർക്ക് ഇവനെന്തും ചെയ്യാം എന്ന ചിന്താഗതി ആയിരിക്കാം. ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞതാണ്. കാര്യം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തീർച്ചയായിട്ടും പിന്നെ പറയുന്നുണ്ട് ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടും ചോർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് പിന്നെ മലപ്പുറത്ത് നിന്ന് എന്നെ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ഞാൻ അവിടെ ചെന്ന് ആ ഓണപരീക്ഷാ കാലഘട്ടത്തിൽ ഇതേ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. എന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണോ കൊടുത്തത്, മറ്റുള്ളവരുടെ പേര് പോലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ചു, ഞാൻ ഡയറക്റ്റ് ഫോൺ എടുത്ത് ഞാൻ പിറ്റേ ദിവസം അവർ പറഞ്ഞ സമയത്ത് അവിടെ സ്റ്റേഷനിൽ ചെന്ന് അവർക്കെല്ലാം വേണ്ട ഞാൻ എന്റെ മൊഴികളെല്ലാം തന്നെ അവർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിൽ നിന്നുള്ള ഒരുപാട് തെളിവുകൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രൂഫ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഈ പ്രാവശ്യത്തെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്റെ പേര് തന്നെ ആവർത്തിക്കപ്പെടുമ്പോഴാണ് എനിക്ക് സങ്കടമാകുന്നത്. കാര്യം അത്രമേൽ പ്ലാറ്റ്ഫോമുകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വിദ്യാർത്ഥികളോട് ചോദിക്കുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല. കോട്ടെ, കുഴപ്പമില്ല. എന്നിരുന്നാലും എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഓക്കെയാണ്. കാര്യം അത് മാധ്യമങ്ങൾ, അവരുടെ ധർമ്മമാണ് വാർത്തകൾ പുറത്തുവിടുക എന്നുള്ളത്. അത് സത്യമാണോ അല്ലേ എന്ന് തെളിയിക്കേണ്ടത് നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ വിദഗ്ധരുണ്ട്, പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതൊക്കെ സഹകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. കാര്യം ഞങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷെ അത് അന്വേഷിച്ച് പോകുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും സർക്കാരിനോട് സഹകരിക്കാൻ റെഡിയാണ് എന്ന് തന്നെയാണ് എന്റെ ഡയറക്ടേഴ്സും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാധ്യമങ്ങളിൽ വരാനോ ചർച്ച ചെയ്യാനോ മറുപടികൾ പറയാനോ. എന്റെ മറുപടികൾ എന്താണെന്ന് കാതോർത്ത് നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, എന്നെ നിയന്ത്രിക്കുന്ന എന്റെ ഡയറക്ടേഴ്സ് പറയാണ് ഇപ്പോൾ ക്ഷമ പാലിക്കുക, നിശബ്ദനായി നിൽക്കുക, നിയമങ്ങളുമായി സഹകരിക്കുക. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എന്റെയും ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, എന്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെന്ന് അറിയാം, രക്ഷിതാക്കളുണ്ട്, എന്തൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട്, പഠനപരമായ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്ന് തന്നെയാണ് താല്പര്യം. പക്ഷെ മനസ്സുകൊണ്ട് വരാൻ പറ്റുന്നില്ല. കാര്യം അത്രമേൽ നമ്മൾ നല്ലത് ചെയ്തു കൊടുത്തിട്ടും അതൊക്കെ അവഗണിക്കപ്പെടുകയും 1000-ൽ 1 നോക്കി നടക്കുകയാണ്. എന്തോ ആവട്ടെ, എന്തായാലും കാത്തിരിക്കുക. സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം മീഡിയകളെ വിളിച്ചിട്ട് ഇതാണ് മീഡിയ, എനിക്കറിയില്ല, മീഡിയകളായിട്ട് എനിക്ക് ബന്ധമില്ല, അതൊരു സത്യമാണ്. എനിക്കറിയാവുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകളും അവരുടെ ആൾക്കാരെ മാത്രമേ എനിക്കറിയുള്ളൂ, അതിൽ കൂടുതൽ എനിക്കറിയില്ല. ഇനി മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കുട്ടികളെ ആലോചിച്ച് നോക്കുക, രക്ഷിതാക്കളെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ സപ്പോർട്ടും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലാതായി പോകും. എന്നിരുന്നാലും മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുമ്പോൾ അവിടെയൊക്കെ കമന്റ് ബോക്സുകളുണ്ട്, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. കാര്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ട് ലൈവുകൾക്കിടയിൽ എവിടെയോ നമ്മൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്ത്രീത്വത്തിനെതിരെയാണ് MS സൊല്യൂഷൻസ് എന്നൊക്കെ പറയുന്നു. എന്താണത് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാൻ പഠിപ്പിച്ച എന്റെ കുട്ടികൾക്കറിയാം ഞാൻ സ്ത്രീത്വത്തിനെതിരാണോ എന്നുള്ളത്. വ്യക്തമായി അച്ചടക്ക ബോധം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾക്കും അറിയാം, എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകർക്കും എന്നെക്കുറിച്ച് അറിയാം. അല്ലാതെ എന്ത് പറയാനാണ് അല്ലേ? ഞാൻ ഈ കൊറോണ സമയത്ത് കേട്ടൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന രോഗം അത് കൊറോണ രോഗമല്ല, അത് സംശയരോഗം തന്നെയാണ്. സംശയങ്ങളാണ് വാർത്തകളായി വരുന്നത്. തീർച്ചയായിട്ടും നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. മേ ബി ഇത് അവസാനത്തെ വീഡിയോ ആകാം. ഇനി MS സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതിനിടെ ചോദ്യക്കടലാസ് ചോർച്ചയിൽ വിശദീകരണം നൽകി കൊടുവള്ളിയിലെ MS സൊല്യൂഷൻ സ്ഥാപനത്തിലെ ജീവനക്കാർ. മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന സാധ്യതാ ചോദ്യങ്ങൾ നോക്കിയാണ് വീഡിയോ തയ്യാറാക്കിയതെന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്നാൽ MS സൊല്യൂഷൻസ് പെരൽമീനാണെന്നും വമ്പൻ സ്രാവുകൾ വേറെയുണ്ടെന്നും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചു.
ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയാൽ CPM പ്രവർത്തകരായിരിക്കും കുടുങ്ങുക എന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉറവിടം കോഴിക്കോട്. സാധാരണക്കാരുടെ മക്കൾക്ക് കഴിവുണ്ടായിട്ടും ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. മിക്ക ചോദ്യപേപ്പറുകളും ചോരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. യാതൊരു നടപടി ഉണ്ടാകുന്നില്ല, പരിഹാരം ഉണ്ടാകുന്നില്ല. ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ ചോദ്യപേപ്പർ പിന്നിൽ ഒരു മാഫിയാണ്. ആ മാഫിയയിൽ അടുത്ത് വളർന്നു വരുന്ന ഒരു ട്യൂഷൻ സെന്ററിനും CPM നേതാക്കൾക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഇടതുപക്ഷ അനുകൂലികളായ ഉദ്യോഗസ്ഥർ നടക്കുന്ന ഒരു മാഫിയാണ് ഇതിന്റെ പിന്നിൽ. MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബ് അധ്യാപകനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. ചോദ്യക്കടലാസ് ചോർത്തിയെന്ന ആരോപണം നേരിടുന്നതിനിടെയാണ് ഷുഹൈബ് തെറിവിളിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അന്വേഷണം നടത്തി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് നൽകണം. ചോദ്യപേപ്പർ ചോർച്ച മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിഷയത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ചോദ്യപേപ്പർ വിതരണത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് DGPയെ കണ്ട് പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ എടുക്കൽ അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. സ്വകാര്യ ട്യൂഷൻ സെന്ററായ MS സൊല്യൂഷൻസ് മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു. സ്വാർത്ഥ ലാഭമായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഇതോടെ ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.